ഗോവിന്ദചാമിയുടെ മൊഴിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ജയിൽ ജീവനക്കാർക്ക് നേരെയുള്ള പരിഹാസം. ഗോവിന്ദചാമി പറയുന്നു, ജീവനക്കാർ മുഴുവൻ സമയവും ഫോണിൽ കളിക്കുകയാണെന്ന്. അവർ ഞങ്ങളെ ആരെയും ശ്രദ്ധിക്കാറേ ഇല്ല എന്ന്. ശ്രദ്ധ പരീക്ഷിക്കാൻ പ്ലേറ്റും ഗ്ലാസും എറിഞ്ഞ് നോക്കിയിട്ടുണ്ടെന്ന്. അപ്പോഴും അവർ ഫോണിൽ തന്നെ കളിക്കുകയായിരുന്നു എന്ന്. ഗോവിന്ദചാമി പറയുന്നു, ജയിലഴി അറുക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായെന്ന്. എന്നിട്ടും ജീവനക്കാർ അറിഞ്ഞിട്ടേയില്ല എന്ന്. ട്രെയിൻ മാർഗം രക്ഷപ്പെടാനായിരുന്നു പദ്ധതി. കയ്യിൽ പണമില്ലാത്തത് തടസ്സമായി. കാൽനടക്കാരനോട് ചോദിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അതോടെ നടത്തം തുടങ്ങി. നടന്നു പോകുന്നതിനിടെ ഒരു ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വഴിതെറ്റി ഇടവഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി. സമയം പോയി. അതോടെ നാട്ടുകാരുടെ ശ്രദ്ധയിലും പെട്ടു. ശിക്ഷ ഇളവ് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് തടവു ചാടാൻ ഒരുങ്ങിയത്. സഹതടവുകാർക്ക് തന്നോട് സഹതാപമായിരുന്നു. തൻ്റെ കഴിവ് കാണിച്ചു കൊടുക്കണമെന്ന് അവർ പറഞ്ഞത് പ്രചോദനവുമായി.